നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഓം നമഃശിവായ എന്ന കമന്റ് രേഖപ്പെടുത്തുക. ഇന്ന് നമുക്ക് ശിവഭഗവാൻ തൃക്കണ്ണു തുറന്ന ഒരു കഥ കേട്ടാലോ? ഒരു കാലത്ത് മഹാദേവൻ ഹിമാലയത്തിലെ കാടുകളിൽ ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ചുറ്റും നിശബ്ദത, കാറ്റിന്റെ ശബ്ദം പോലും കേൾക്കാത്തത്ര ശാന്തം. ശിവന്റെ മനസ്സ് മുഴുവൻ ധ്യാനത്തിൽ ലയിച്ചു. ആ സമയം ലോകത്ത് വലിയ പ്രശ്നമുണ്ടായിരുന്നു. അസുരനായ താരകാസുരൻ ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവനെ ജയിക്കാൻ കഴിയുക ശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് എന്ന് ദേവന്മാർ അറിഞ്ഞു. പാർവതി ശിവനെ ഏറെ ഭക്തിയോടെ സേവിച്ചു. അവൾ ശിവനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ശിവഭഗവാൻ ധ്യാനത്തിലായതിനാൽ അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചില്ല. ദേവന്മാർ ഒരുമിച്ച് ആലോചിച്ചു. പ്രണയത്തിന്റെ ദേവനായ കാമദേവനെ വിളിച്ചു. ശിവന്റെ ധ്യാനം ഭംഗം ചെയ്യാൻ നീ സഹായിക്കണം എന്ന് ദേവന്മാർ പറഞ്ഞു. കാമദേവൻ തന്റെ പുഷ്പബാണമെടുത്തു. വസന്തകാലം പോലെ ചുറ്റും പുഷ്പങ്ങളും സുഗന്ധവും നിറഞ്ഞു. പിന്നെ അവൻ തന്റെ ബാണം ശിവന്റെ ഹൃദയത്തിലേക്ക് വിട്ടു. അത് തട്ടിയപ്പോൾ ശിവഭഗവാന്റെ ധ്യാനം തകർന്നു. ശിവഭഗവാൻ കണ്ണുകൾ തുറന്നു. ആരാണ് തന്റെ ധ്യാനം ഭംഗം ചെയ്തത് എന്ന് അദ്ദേഹം ചുറ്റും നോക്കി. അദ്ദേഹം കാമദേവനെ കണ്ടു. ശിവഭഗവാന് വലിയ കോപം വന്നു. അപ്പോൾ ശിവഭഗവാന്റെ നെറ്റിയിലുള്ള മൂന്നാം കണ്ണ് പതുക്കെ തുറന്നു. അതിൽ നിന്നു ഭയങ്കരമായ അഗ്നിജ്വാല പുറപ്പെട്ടു. ആ അഗ്നി നേരെ കാമദേവനെ തട്ടി. ഒരു നിമിഷം കൊണ്ട് കാമദേവൻ ചാരമായി. അത് കണ്ട ദേവന്മാരെല്ലാം ഭയന്നു. കാമദേവന്റെ ഭാര്യയായ രതിദേവി കരഞ്ഞു ശിവഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ദേവാ, എന്റെ ഭർത്താവിനെ തിരികെ തരൂ എന്ന് അവൾ കരഞ്ഞു. രതിദേവിയുടെ ദുഃഖം കണ്ട ശിവന്റെ കോപം ശമിച്ചു. ശിവഭഗവാൻ കാമദേവനെ വീണ്ടും ജീവിപ്പിച്ചു. പക്ഷേ ശരീരമില്ലാതെ, അനങ്കൻ എന്ന രൂപത്തിൽ. പിന്നീട് ശിവഭഗവാൻ പാർവതി ദേവിയുടെ ഭക്തിയും സ്നേഹവും മനസ്സിലാക്കി. അവർ വിവാഹം ചെയ്തു. പിന്നീട് അവരുടെ പുത്രനായ കാർത്തികേയൻ ജനിച്ചു. അവൻ പിന്നീട് താരകാസുരനെ തോൽപ്പിച്ചു. അങ്ങനെ ശിവന്റെ തൃക്കണ്ണ് തുറന്ന കഥ പുരാണങ്ങളിൽ പ്രസിദ്ധമായി. ഈ മൂന്നാം കണ്ണ് അജ്ഞാനം, അഹങ്കാരം, ദുഷ്ടത എന്നിവ നശിപ്പിക്കുന്ന ദൈവിക ജ്ഞാനത്തിന്റെ പ്രതീകമാണ്.